സുഹൃത്തുക്കളെ, വീണ്ടും മിനി കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്നിവിടെ കുറച്ച് പരിപ്പ് പായസം ഉണ്ടാക്കാം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 1/2 കിലോ പരിപ്പാണ്. പരിപ്പ് പായസത്തിൻ്റെ പരിപ്പാണ്. നമുക്ക് ഈ പരിപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതിൻ്റെ പച്ചപ്പ് മണം പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ആ പരിപ്പ് ഒന്ന് ചൂടാക്കി എടുക്കാം. പരിപ്പ് ചൂടാക്കുന്നതിൻ്റെ ഒരു പച്ചപ്പ് മണമുണ്ട്, അത് പോകാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ചൂടാവരുത്. ഒരു 2-3 മിനിറ്റ് ഒന്ന് ശരിക്കും നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചപ്പ് മണം ഒന്ന് പോകാൻ വേണ്ടി മാത്രം ഒന്ന് ചൂടാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ പരിപ്പ് ചൂടാക്കി വറുത്തെടുത്തു. ഒരു 2-3 മിനിറ്റ് നമ്മൾ ചൂടാക്കി എടുത്താൽ ഒരുപാട് ചെറു തീയിൽ ചൂടാക്കണം. പരിപ്പ് അങ്ങനെ ഒരുപാട് കരിഞ്ഞു പോകാൻ ഇതാവരുത്. ചെറുതീയിൽ ചൂടാക്കിയിട്ട് ശരിക്കും നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഒരു ചെറിയ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് 2 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കണം. കാരണം പരിപ്പിൽ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അത് തന്നെ നന്നായിട്ടൊന്ന് 2 പ്രാവശ്യം ഒന്ന് കഴുകി ഊറ്റി എടുക്കണം. കുക്കറിലേക്ക് ഇട്ട് ഉപയോഗിക്കുക. ഒരു 5-ൻ്റെ കുക്കറാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഒരു 5-ൻ്റെ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 2 ലിറ്റർ വെള്ളം ഒഴിക്കുക. നമുക്ക് അല്ലാതെ ഇത് വേവിക്കാം. നമ്മൾ പായസം ഉണ്ടാക്കുന്ന ഒരു ഉരുളിയിൽ ഇതുപോലെ തന്നെ അത് 2 ലിറ്റർ അല്ല, ഒരു 3 ലിറ്റർ വെള്ളം വെച്ചിട്ട് ഇത് വേവിക്കണം. കുറച്ച് നന്നായിരിക്കും. ഞാനിപ്പോൾ പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കുക്കറിൽ വേവിക്കുന്നത്. കുക്കറിൽ നമുക്കൊരു 2 ലിറ്റർ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചാൽ മതി. ഒഴിച്ചിട്ട് കുക്കറിലേക്ക് ഒരു വിസിൽ കേൾക്കാൻ പാകത്തിന്, ഒറ്റയ്ക്ക് ഒരു വിസിൽ കേട്ടാൽ മതി. ഒരു വിസിൽ കേൾക്കാൻ പാകത്തിന് അത് വേവിച്ചെടുക്കുക. നമ്മളിപ്പോൾ പരിപ്പ് ഈ കുക്കറിലേക്ക് മാറ്റി 2 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 സ്പൂൺ നെയ്യ് നമുക്ക് ഇന്ന് ചേർത്ത് കൊടുക്കണം. ഇത് പരിപ്പിലേക്ക് നെയ്യ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ പരിപ്പ് വേവാനും അതുപോലെ പരിപ്പിലേക്ക് നെയ്യ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് 1 സ്പൂൺ നെയ്യ് അതിനകത്ത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇത് അടപ്പത്തേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് വെച്ച പരിപ്പ് ഒരു വിസിൽ കേട്ടിട്ട് ഒരു 10 മിനിറ്റ് ഗ്യാസ് നിർത്തിയിട്ട് ആ കുക്കറിൽ തന്നെ വെച്ചേക്കുക. അപ്പോൾ ഏകദേശം പരിപ്പ് ഈ പരിവായി കിട്ടും. ഒരുപാട് വെന്ത് പോകരുത്. ഒരു വിസിൽ കേട്ടാൽ മതി. എന്നിട്ട് ഈ കുക്കറിൽ നിന്ന് നമുക്ക് ഒരു വലിയ ചീഞ്ചട്ടി, ഇത് വേവാൻ പാകത്തുള്ള ചീഞ്ചട്ടിയിൽ നല്ല കനമുള്ള ചട്ടിയായിരിക്കണം. അതിനകത്തേക്ക് ഈ പരിപ്പ് നമുക്ക് ഇടാം. പരിപ്പല്ലാതെ നമുക്ക് ഈ ഉരുളിയിലിട്ട് വേവിക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. അപ്പോൾ കുറച്ച് ലൂസായിട്ട് വേവിച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ കുക്കറിലായാലാണ് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത്. ഞാൻ എളുപ്പത്തിന് ഇപ്പോൾ കുക്കറിലിട്ട് വേവിച്ചതാണ്. ഈ പരിപ്പ് ഇത്രയും കട്ടിയുള്ളത് കൊണ്ട് നമുക്ക് ലേശം ഈ കുക്കർ കഴി വെള്ളം ഒരു 1/2 ലിറ്റർ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചെടുക്കാം. കട്ടിയുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒഴിച്ചെടുക്കുന്നത്. നമ്മൾ ചീഞ്ചട്ടിയിൽ മറ്റേ ചെറിയ വാർപ്പിൽ ഇങ്ങനെ വേവിക്കുമ്പോൾ കറക്റ്റ് വെള്ളത്തിന് ഏകദേശം ഒരു കുഴമ്പ രീതിയിൽ വരുമ്പോൾ നമുക്ക് നിർത്തിയാൽ മതി. ഇതിപ്പോൾ കുക്കറിൽ നിന്ന് മാറ്റുമ്പോൾ ഇങ്ങനെ കുറച്ച് കട്ടിയായതിൻ്റെ വെള്ളം ഒഴിച്ച് ലൂസാക്കിയതാണ്. ഇനി നമുക്ക് ഒന്ന് തീ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉരുളിയിൽ ഇത് പരിപ്പൊന്ന് ആ വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് അതിന് ആ കട്ടയൊക്കെ ആവുമ്പോൾ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇത് 1 കിലോ ശർക്കരയാണ്. നമുക്ക് ഏകദേശം 1/2 കിലോ പരിപ്പിന് 1 കിലോ ശർക്കര മതിയാവും. മധുരം ഇനി കുറവ് വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർക്കുക. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 കിലോ ശർക്കരയാണ്. 1 കിലോ ശർക്കര ഇതിനകത്തേക്ക് ഇടാം. എന്നിട്ട് നല്ലവണ്ണം ശരിക്കും ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വെച്ച് ഇളക്കണം. ശർക്കര ഉരുകുന്ന വരെ തീ കുറച്ച് വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് അത് തെറിക്കാൻ ഇടവരും. അതുകൊണ്ട് തീ വളരെ കുറച്ച് വെച്ച് ഇളക്കണം. നന്നായിട്ട് ശർക്കരയും പരിപ്പും നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ കട്ട മുഴുവനും ഇളകി വരണം. ശർക്കരയുടെ എല്ലാ കട്ടയും ഇളകി അത് വെള്ളമായിട്ട് മാറണം. നന്നായിട്ട് അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം.
അപ്പം ശർക്കര ഇപ്പോൾ നമ്മൾ പൊടിച്ചിട്ട് ശർക്കര ഏകദേശം അലിഞ്ഞ് ഇതിനകത്തേക്ക് ചേർന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി ഏകദേശം ഈ പരുവാകുമ്പോൾ നമുക്ക് ഒരു സ്പൂൺ നെയ്യ് 1-2 സ്പൂൺ നെയ്യ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഇളക്കുക. ഇളക്കി നമുക്കൊരു നല്ല കുറിവ് വരണം. ശരിക്കും നന്നായിട്ട് പായസത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പരിപ്പ് നന്നായിട്ട് കട്ടിയായിട്ട് ശർക്കരയും പരിപ്പ് നല്ല കട്ടിയായിട്ട് വരുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. മാക്സിമം വെള്ളം പറ്റിക്കാവുന്നോർത്തും വെള്ളം പറ്റിക്കുക, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ പരിപ്പും ശർക്കരയും ചേർത്ത് ശരിക്കും ഒരു കട്ടിയായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ചേർക്കണം. ആ തേങ്ങാപ്പാൽ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് 4 തേങ്ങയുടെ പാലാണ്. ഇത് ഒരു 1/2 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ 1/4 പാൽ എടുത്ത് വെച്ചാണ് മിക്സിയിൽ അടിച്ചിട്ട് അത് പിഴിഞ്ഞെടുത്താണ്. ഒരു 1/2 ലിറ്റർ വെള്ളത്തിൽ ഇട്ടാണ് 1/4 പാൽ. 2-ാം പാൽ ഒരു 3 ലിറ്റർ വെള്ളമുണ്ട്. അത് ആദ്യത്തെ പാലെടുത്തതിന് ശേഷം രണ്ടാമത് ഒരു 3 ലിറ്റർ വെള്ളത്തിൽ ആ തേങ്ങ പിഴിഞ്ഞ് വെച്ച പാലാണ്. നമുക്ക് ഈ 2-ാം പാൽ ഒരു പാതി ഇതിനകത്തേക്ക് ചേർക്കാം. 2-ാം പാൽ ആദ്യം ഒരു പാതി 2 ലിറ്ററിൻ്റെ അടുത്ത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. ശരിക്കും മിക്സായി വരണം. നമ്മളിപ്പോൾ 2-ാം പാൽ ഒരു 2 ലിറ്റർ ഒഴിച്ചോളൂ. ഏകദേശം ഒരു 3 ലിറ്റർ 2-ാം പാൽ മതിയാവും. ഞാൻ കുറച്ച് 2-ാം പാൽ കൂടുതൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏകദേശം 1 ലിറ്റർ 2-ാം പാൽ കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാം. അത്ര മതിയാവും. ഇത് ശരിക്കും നന്നായിട്ട് ഏകദേശം ഒന്ന് കൊഴുപ്പ് ചെയ്ത് കുറുകി വരണം. ഒരു തീ കത്തിച്ചിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ പായസത്തിൻ്റെ 2-ാം പാൽ ഒഴിച്ച് ഏകദേശം കുറുകി പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1-ാം പാൽ ഒഴിക്കാം. ഏകദേശം ഒരു 1.5 ലിറ്റർ ഉണ്ട്. ഞാൻ കുറച്ച് വെള്ളം കൂട്ടിയാണ് 1-ാം പാൽ ഇട്ടേക്കുന്നത്. നമുക്ക് പിഴിഞ്ഞ് വേണമെങ്കിൽ കുറച്ച് വെള്ളം കുറച്ചുണ്ടാക്കാം. ഞാൻ വെള്ളം കൂട്ടിയാൽ തന്നെ ഒരു 1.5 ലിറ്ററിൻ്റെ അടുത്ത് 1-ാം പാലുണ്ട്. അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരുപാട് ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരുപാട് തീ വയ്ക്കേണ്ട കാര്യമില്ല. ഏകദേശം തിളച്ച് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമ്മുടെ ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഏലക്ക, ചുക്ക്, ജീരകം ഒക്കെ പിടിച്ച് ചേർക്കണം. ഇത് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് ചേർക്കാം. നമ്മുടെ പായസം ഏകദേശം ഒരു വെള്ളം കറക്റ്റ് 1-ാം പാൽ ഒഴിച്ച് ഏകദേശം ഒരു പരുവമായിട്ടുണ്ട്. നമുക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒരു 10-12 ഏലക്ക, ഒരു കഷ്ണം ചുക്ക്, ഒരു 10 ഗ്രാം ജീരകം, ഇതെല്ലാം കൂടി മിക്സിയിൽ പൊടിച്ചതാണ്. ലേശം പഞ്ചസാരയിട്ട് പൊടിക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊടിയും. അപ്പോൾ ഒരു 5 ഏലക്ക, ഒരു കഷ്ണം ചുക്ക്, ഒരു ടീസ്പൂൺ, ഒരു 10 ഗ്രാമിൻ്റെ അടുത്ത് ഒരു ജീരകം എല്ലാം കൂടി പൊടിച്ചാണ് ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് വിതറി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. നന്നായിട്ടൊന്ന് വിതറി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. വൃത്തി ഇളക്കണം. ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക.
ഇനി ഒരുപാട് തിളപ്പിക്കണ്ട. നമുക്ക് ഏകദേശം നല്ല ഒരു വിധം കൊഴുപ്പായിട്ടുണ്ട്. ഇത് ഇവിടെ ശരിക്കും ഒരു നല്ല തിള വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യും. അടുത്തായിട്ട് നമ്മുടെ പായസം ഏതും പരിപാടിയുണ്ട്. അപ്പോൾ പായസത്തിലേക്ക് ചേർക്കാനായിട്ട് നമ്മുടെ ഇത് ഒരു മുറി തേങ്ങയാണ്. ഒരു മുറി തേങ്ങ നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞ് വെച്ചേക്കണതാണ്. ഇതിനകത്ത് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർക്കാം. അണ്ടിപ്പരിപ്പും കൂടി ഇതിനകത്ത് ചേർക്കാം. അണ്ടിപ്പരിപ്പ് നുറുക്ക് അണ്ടിപ്പരിപ്പ് ഇതിനകത്ത് ചേർക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് തേങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു 100 ഗ്രാം നെയ്യ് നമുക്ക് നെയ്യ് ഒരു 100 ഗ്രാം ഈ ചട്ടിയിലേക്ക് ഇടാം. ഒരു ചെറിയ ചട്ടിയിട്ട് ഇതിനകത്ത് ചൂടാക്കി ഇടണം. നൂറ് ഗ്രാം നെയ്യ് മതിയാവും. ഒരുപാട് നെയ്യായി കഴിഞ്ഞാൽ ഒരു നെയ്യുടെ കിട്ടുണ്ടാവും. കുറച്ച് നെയ്യ് നമ്മൾ ആദ്യമേ ചേർത്തിട്ടുണ്ടായി. 2 സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ടായി. ഇപ്പം നെയ്യ് ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്കിനി ഈ തേങ്ങ കൊത്തി വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് ഇടാം. ഞാനിവിടെ തേങ്ങ മാത്രമേ ചേർക്കുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നുറുക്ക് അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കാം. ഇതിൻ്റെ കൂടെ ചേർക്കാം. ഞാൻ ഒരു തേങ്ങ ഇട്ടിട്ടുണ്ട്. ഈ തേങ്ങ നമ്മുടെ പായസത്തിൽ കടിക്കുന്ന നല്ല രസമാണ്. നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇതൊക്കെ കടിക്കാൻ പരിപ്പായസത്തിൽ കടിക്കാൻ കിട്ടുന്നത് നല്ല രസമാണ്. അപ്പോൾ ഞാനത് ഒരു മുറി കുറച്ച് തേങ്ങ കൂടുതലിട്ട് ഒരു മുറി വേണമെന്നില്ല. ഒരു 1/2 കിലോത്തിന് ഒരു മുറി വേണമെന്നില്ല. അരമുറിയുടെ പാതി മതിയാവും. അപ്പോൾ അരമുറിയുടെ പാതി ഒരു 100 ഗ്രാം നുറുക്ക് അണ്ടിപ്പരിപ്പും ചേർത്താൽ ഇങ്ങനെ നമ്മളൊന്ന് നെയ്യിൽ വഴറ്റി നിൽക്കുക പായസം ചേർക്കാൻ വേണ്ടിയിട്ട്. അവിടെ പായസം ഏകദേശം കുറുകി പറ്റി ഒരു പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ ഈ നെയ്യും തേങ്ങയും മൂപ്പിച്ചതാണത്. ഏകദേശം ഒരു ബ്രൗൺ കളർ വരുന്നവരെ നമുക്കിങ്ങനെ ഇതാക്കി വെക്കണം. അപ്പോൾ അതിൻ്റെ 100 നെയ്യും ഒരു തേങ്ങയുടെ മുറി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മളത് മൂപ്പിച്ചെടുത്താണ്. ഇത് നമുക്ക് ഇതിനകത്ത് ചേർക്കാം. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അണ്ടിപ്പരിപ്പ് വേണ്ടി ചേർക്കാം കേട്ടോ. ഏകദേശം ഇതിൻ്റെ കൂടെ ചേർത്ത് അണ്ടിപ്പരിപ്പും തേങ്ങ മൂത്തതിന് ശേഷമാണ് അണ്ടിപ്പരിപ്പ് ചേർക്കാൻ മതി. അണ്ടിപ്പരിപ്പ് കത്തിപ്പോവും പറഞ്ഞാൽ കളറ് മാറി വരും. അപ്പോൾ തേങ്ങ പരിവായിട്ട് അണ്ടിപ്പരിപ്പ് പെട്ടെന്ന് പാകമായിട്ട് വരും. അതുകൊണ്ട് തേങ്ങയും അണ്ടിപ്പരിപ്പും ചേർത്ത് സെപ്പറേറ്റ് ആയിട്ടൊക്കെ ഏറ്റവും ബെറ്റർ. തേങ്ങ മാത്രമാണെങ്കിൽ ഇതുപോലെ നമ്മൾ തേങ്ങ എടുത്തിട്ട് ഇങ്ങനെ നെയ്യിൽ വറ്റി നമുക്ക് പായസത്തിലേക്ക് ചേർക്കാം. ഈ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. എന്നിട്ട് ആ നെയ്യും തേങ്ങയുടെ കൊത്തെല്ലാം എല്ലാ ഭാഗത്തും എത്തണം. ഏകദേശം പാകത്തിന് കൊഴുപ്പായിട്ടുണ്ട്. നമുക്ക് കുടിക്കാൻ പാകത്തിന് കൊഴുപ്പായിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.